إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. ഹിജ്റ കലണ്ടറിലെ ഒന്നാമത്തെ മാസമാണ് മുഹറം മാസം എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമികമായി ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലാണ് നാം ഉള്ളത്. 1447 ഹിജ്റയുടെ വർഷമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ്സിലേക്ക് ഓരോ ദിവസങ്ങളും വർഷങ്ങളും തുന്നിച്ചേർക്കപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നിശ്ചയിച്ചിട്ടുള്ള അവധിയിലേക്ക് അവൻ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് എന്ന ബോധവും ആത്മവിചാരണയുമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ജനങ്ങളിൽ ഏറ്റവും നന്മയുള്ളവർ ആരാണ്, ഖൈറുള്ളവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, മൻ താല ഉംറുഹു വഹസുന അമലു. ഒരു മനുഷ്യന്റെ ആയുസ് നീളുന്നതിനനുസരിച്ചുകൊണ്ട് അവന്റെ സുകൃതങ്ങളും വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ നന്മകളും നന്നാകുന്നുണ്ടെങ്കിൽ, അവന്റെ അമലുകളും നന്നാകുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും നല്ല ഭാഗ്യം ലഭിച്ചവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. തിരിച്ചു വീണ്ടും ചോദിക്കപ്പെട്ടു, ഏറ്റവും മോശപ്പെട്ട ഏറ്റവും ദൗർഭാഗ്യവാന്മാർ ആരാണ്?
അതിന് പ്രവാചകന്റെ മറുപടി മൻ ത്വാല ഉംറുഹു വസാ അമലുഹു, ആയുസ് വർദ്ധിക്കുന്നതിനനുസരിച്ചുകൊണ്ട് മോശമായ അവസ്ഥയിലേക്ക് നീങ്ങുകയും ആദ്യത്തേതിൽ നിന്ന് വീണ്ടും തിന്മയിലേക്ക് നീങ്ങി അവന്റെ അമലുകൾ മോശമായി പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായാൽ ആ മനുഷ്യനാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ നാടിനെ സംബന്ധിച്ചും നമ്മുടെ ഈ രാജ്യത്തെ സംബന്ധിച്ചും മൊത്തത്തിൽ ലോകത്തെ സംബന്ധിച്ചും എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അനുദിനമെന്നോണം പ്രയാസങ്ങൾ വർദ്ധിച്ച് കൂടി വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിന് മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാനും അവന്റെ അവകാശങ്ങൾ പൂർണ്ണമായിക്കൊണ്ട് നിർവഹിക്കാനും സാധിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ അതിന് വിലങ്ങുകൾ വീണുകൊണ്ടിരിക്കുന്നു, അതിന് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്നൊരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മുടെ ഓരോ ദിവസങ്ങളെ സംബന്ധിച്ചും നമ്മൾ നന്മയിലേക്കാണോ പോകുന്നത് അല്ല തിന്മയിലേക്കാണോ പോകുന്നത് എന്നുള്ളത് വിശ്വാസികൾ ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. കാലം കഴിയുന്തോറും ഇസ്ലാം ഒരു പഴഞ്ചനായി മുദ്ര കുത്തപ്പെടുന്ന അവസ്ഥയുണ്ടാകും. മുസ്ലിമീങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരായിക്കൊണ്ട് ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുൻകൂട്ടി കാലേക്കൂട്ടി പ്രവചിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഖരീബൻ, ഇസ്ലാം ഒരു അപരിചിതമായ അവസ്ഥയിലാണ് അതിന്റെ ആരംഭം കുറിച്ചിട്ടുള്ളത്. വസയഊദു കമാ ബദഅ, അത് തുടങ്ങിയ അവസ്ഥയിലേക്ക് തന്നെ അത് തിരിച്ചു പോകപ്പെടും, അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ അത് മടക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഇസ്ലാമിന്റെ ആചാരങ്ങളും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളുമൊക്കെ ആളുകൾക്കെന്തല്ല മുസ്ലിമീങ്ങൾക്ക് പോലും അപരിചിതമായി അതല്ലെങ്കിൽ പ്രാചീനമായ അവസ്ഥയായിക്കൊണ്ട് അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫത്തൂബാലിൽ ഉറബ, അന്ന് ഇസ്ലാമിന്റെ ആ അപരിചിതത്തിൽ ഉറച്ചു നിൽക്കുകയും ഏത് പ്രയാസങ്ങളും ഏത് പ്രതിസന്ധികളും വന്നാലും ഇസ്ലാമിന്റെ ആദർശം കൈവെടിയാതെ ഇസ്സത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഫത്തൂബ, അവർക്ക് സ്വർഗമുണ്ട്, അവർക്ക് മംഗളമുണ്ട് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പ്രയാസങ്ങളുണ്ടാകും. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതിക്ക് എതിരെ പ്രതികരിച്ചാൽ അത് വലിയ പാതകമാണ്, വലിയ തെറ്റാണ്. ഇവിടെ ആളുകളുടെ നന്മയിൽ നിന്ന് തിന്മയിലേക്കുള്ള മുഴുവൻ വാതിലുകളും തുറന്നു വെച്ചു കൊടുക്കുകയും ആ തിന്മയുടെ വാതിലിലേക്ക് പോകരുത് എന്നൊരാൾ മനുഷ്യൻ പറഞ്ഞാൽ അതിവിടെ നിയമവിരുദ്ധമാവുകയും അവൻ ഭീകരവാദിയും തീവ്രവാദിയുമൊക്കെ ആക്കപ്പെടുന്ന കാലഘട്ടമാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദർശത്തിലും നമ്മുടെ കൃത്യമായ നയനിലപാടുകളിലുമാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ആളുകളുടെ വിളികൾ നമുക്കൊരു പ്രശ്നമേ അല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചത് ഒരു തീക്കനൽ കയ്യിൽ പിടിച്ചു നിൽക്കുന്നവനെ പോലെ എന്നാണ്. ഒരു തീയിന്റെ കട്ട കയ്യിൽ പിടിച്ചു നിൽക്കുന്നവൻ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ എത്രമാത്രമുണ്ട്. അതിനേക്കാൾ കടുത്തതും ഭീകരവുമായിരിക്കും അവസാന കാലഘട്ടത്തിലേക്ക് ഇസ്ലാമിന്റെ അപരിചിതമായ കാലഘട്ടത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടലുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ബിശ്ശരി വൽ ഖൈർ, ഖൈർ കൊണ്ടും ശർറ് കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആയുസ് ചുരുങ്ങുമ്പോൾ നമ്മുടെ ഈമാൻ ചുരുങ്ങുന്നുണ്ടെന്നാണ് നാം പരിശോധിക്കേണ്ടത്. പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നമ്മൾ ദുനിയാവിനാണോ പ്രാമുഖ്യം കൊടുക്കുന്നതല്ല ദീനിന്റെ നിയമങ്ങൾക്കാണോ എന്നുള്ളതാണ് നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. പൊതുവെ ആളുകളുടെ സ്വഭാവം അല്ലാഹു വിശദീകരിക്കുന്നു. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. ഇത് മനുഷ്യന്മാരുടെ മൊത്തത്തിലുള്ള സ്വഭാവമായിക്കൊണ്ടാണ് അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം ദുനിയാവിനോടാണ് മഹബ്ബത്തുള്ളത്, അതിന്റെ നിയമങ്ങളോടും
അതിൻ്റെ കാര്യങ്ങളോടും അതിന് തുള്ളിച്ചാടലാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഇനി മ്യൂസിക്കലാണെങ്കിലും എന്താണെങ്കിലും അതിനോടാണ് ആളുകൾക്ക് താല്പര്യം. തദറൂനൽ ആഖിറ, ആഖിറത്തിനെ നിങ്ങൾ പാടെ അവഗണിച്ച് കളയുകയാണ്. ഈ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കിടയിൽ, ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ, അല്ലെങ്കിൽ ഇസ്ലാമികമായ ശിആറുകളെ പരിഹസിച്ചതിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചാടിക്കടന്നു പോകുന്നതിനിടയിൽ അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞുപോയാൽ അതോടുകൂടി കഴിഞ്ഞു. പിന്നീട് അവൻ ആഖിറത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഒരു ചിന്തയാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തബ്തഖൂന അർളൽ ഹയാത്തി ദുനിയ ഫഇൻദല്ലാഹി മഗാനിമു കസീറ. ദുനിയാവിന്റെ ചരക്കുകളാണ് നിങ്ങളൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, അവിടെ ചാടണം, കുറെ തുള്ളണം, കുറെ ആടണം, എന്നിട്ട് ആർമാദിക്കണമെന്ന ചിന്തയിലേക്കാണ് പൊതുവെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും. മറ്റു സമുദായങ്ങൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഈ ഖൈർ ഉമ്മത്ത് എന്ന് പറയുന്ന തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണം പറഞ്ഞിട്ടുള്ള ഉമ്മത്തിന്റെ, നമ്മുടെ യുവത്വത്തിന്റെയും നമ്മുടെ കുട്ടികളുടെയും അവസ്ഥ എന്താണ് സഹോദരന്മാരെ? കല്യാണത്തിന്റെ സദസ്സുകളാണെങ്കിലും അവർക്ക് തുള്ളണം, സ്കൂളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും DJ പാർട്ടികളും അതുപോലെ തന്നെ മ്യൂസിക്കും ഇട്ട് ആർമാദിക്കുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ ദീൻ ഉണ്ട് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഉമ്മത്തിന്റെ ആളുകൾ പോലും നടന്നു നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹ് പറയാൻ, ദുനിയാവിന്റെ ചരക്കുകളാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഫഇൻദല്ലാഹി മഗാനിമു കസീറ. അള്ളാഹുവിന്റെ അടുക്കലാണ് വലിയ വലിയ ഗനീമത്തുകളുള്ളത്. അള്ളാഹുവിന്റെ അടുക്കലാണ് വലിയ വലിയ ആസ്വാദനങ്ങളും വലിയ വലിയ ആഡംബരമായിട്ടുള്ള കാര്യങ്ങളും ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇനിയുള്ള കാലഘട്ടമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ മറ്റു ഇതര സംസ്ഥാനങ്ങളിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നും അത് നമ്മുടെ ഈ മതേതര കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ബൗദ്ധികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി കൊണ്ട് വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന മലയാളികൾ ജീവിക്കുന്ന കേരളത്തിലൊന്നും അങ്ങനെ ഉണ്ടാവുകയില്ല എന്നൊക്കെ. അല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് ഫോബിക്കായിട്ടുള്ള ആളുകൾ ഇന്ന് കേരളത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ഒരു അവകാശത്തെ സംബന്ധിച്ച് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരു ഡാൻസിൽ നിന്ന് ഞാൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് വർഗീയത വളർത്തുന്നു എന്ന് പറയുന്ന കാലഘട്ടമാണിത്. ഇവിടുത്തെ ഒരു രാജ്യം പോകട്ടെ, ഇവിടുത്തെ ഭരണഘടന പോലും ഒരു മനുഷ്യന് അവകാശമായിട്ടുള്ള അവകാശങ്ങൾ പോലും ഇന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വികൃതമായി ചിത്രീകരിക്കപ്പെടുകയും അത് ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ വേണ്ടിയുള്ള ടൂളുകളായിക്കൊണ്ട് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളവും ഉത്തരേന്ത്യയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നേർത്തു വരികയാണ്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോണില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് ഏക പോംവഴി എന്ന് പറഞ്ഞാൽ അത് ദീനിൽ ഉറച്ചു നിൽക്കലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണല്ലോ മുഹറത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ മുഹറം മാസം മുതൽ നമ്മൾ ഹിജ്റ വർഷമാണല്ലോ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നമുക്കുള്ള പാഠമെന്താണ്? മക്ക രാജ്യത്ത് പ്രവാചകൻ അനുഭവിച്ച പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും അതിരുകളും അതുപോലെ തന്നെ കണക്കുമില്ലല്ലോ. എന്നിട്ട് പ്രവാചകൻ ദീനിൽ നിന്ന് മാറിപ്പോയോ? ആ ഒരു കാലഘട്ടം വിശ്വാസികൾക്കുണ്ടാകാം. മക്ക ജാബിത കാലഘട്ടവും മദീന കാലഘട്ടവും വിശ്വാസികൾക്ക് മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനിൽ മാതൃകയുണ്ട്. പ്രവാചകൻ മക്കയിലും ജീവിച്ചിട്ടുണ്ട്, മദീനയിലും ജീവിച്ചിട്ടുണ്ട്. മക്ക കാലഘട്ടം വിശ്വാസികൾക്ക് വന്നാൽ എങ്ങനെയാണോ പ്രവാചകൻ മക്കയിൽ ജീവിച്ചത് അതുപോലെ ജീവിക്കണം. മദീന കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് വിശ്വാസികൾക്കുള്ളതെങ്കിൽ എങ്ങനെയാണ് പ്രവാചകൻ മദീനയിൽ ജീവിച്ചത് അതുപോലെ ജീവിക്കണം. ഒരിക്കലും പതറാതെ, ഒരിക്കലും ആദർശത്തിൽ വെള്ളം ചേർക്കുകയോ മയപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. പലപ്പോഴും അതിനാണ് ഇന്ന് മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദീൻ പറഞ്ഞാൽ അത് അവിവേകമായി ചിത്രീകരിക്കപ്പെടുന്നു. നിങ്ങളെന്തിനാണ് പ്രശ്നമുണ്ടാക്കാൻ പോകുന്നതെന്ന് ആളുകൾ വിമർശിക്കുന്നു. സഹോദരന്മാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ആക്ഷേപം വലാ യഖാഫൂന ലൗമത ലായിമിൻ,
ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും ഭയപ്പെടാത്തവരാണ് വിശ്വാസികൾ. അവനെ വിശ്വാസിയാവുകയുള്ളൂ. ആളുകളെ പേടിച്ച് ദീൻ മറച്ചു വെക്കുന്ന, അല്ലെങ്കിൽ ആളുകളെ പേടിച്ച് ദീനിൽ വെള്ളം ചേർക്കുന്ന, ആളുകളെ കാലിനനുസരിച്ച് ദീനിന്റെ ചെരുപ്പ് മുറിക്കുന്ന അവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസികൾക്കുണ്ടാകാനേ പാടില്ല. നമ്മുടെ മുൻഗാമികളുടെ മാതൃക നിങ്ങൾ നോക്കൂ. മഹാനായ ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മളത് വായിക്കണം. കണ്ണീര് ഉറ്റിയിട്ടല്ലാതെ ഒരു വിശ്വാസിക്ക് ഇമാം അഹ്മദിന്റെ ചരിത്രം വായിക്കാൻ സാധിക്കുമോ? അള്ളാഹുവിന്റെ ഖുർആൻ അത് സൃഷ്ടിയാണ് എന്ന് മുഅ്തസിലിയത്തിന്റെ പിഴച്ച വാദങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. ഇസ്ലാമികമായിട്ടെന്ന് പറയപ്പെടുന്ന ഭരണാധികാരികളുടെ കാലഘട്ടത്തിലാണ് ഇമാം അഹ്മദ് ഹംബൽ പീഡിപ്പിക്കപ്പെട്ടത്. മുസ്ലിം ഭരണാധികാരികളായിരുന്നു, പക്ഷേ മുഅ്തസിലികളായിരുന്നു, അഖീദ പിഴച്ച ആളുകളായിരുന്നു. ഇമാം അഹ്മദിനെ അവർ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നു. മർവാന്റെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള 2 ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഇമാം അഹ്മദിന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. ആ നാട്ടിൽ, ആ രാജ്യത്ത് ഇമാം അഹ്ലുസുന്ന എന്ന് പറയുന്ന ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഒറ്റക്കായിരുന്നു. ഒരു മനുഷ്യൻ മാത്രമാണ്. വേറൊരു മനുഷ്യൻ അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാനോ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് ശൂറ ചെയ്യാനോ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പോലും ഒന്ന് ആലോചിക്കാൻ പോലുമില്ലാത്ത ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ ഏകനായിക്കൊണ്ട് ഈ അഖീദയിൽ ഉറച്ചു നിന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ചരിത്രവും ഭിന്നമല്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായ പീഡനങ്ങളും പ്രയാസങ്ങളും, അവസാനം ആ മഹാപണ്ഡിതൻ ജയിലിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ലോകത്ത് ആദർശപരമായും രാഷ്ട്രീയമായും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. 700-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാപണ്ഡിതനാണ് അദ്ദേഹം. ലോകത്ത് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിത പ്രതിഭകൾ വളരെ തുലവും വിരളമാണ്. അങ്ങനെയുള്ള ആ പണ്ഡിതന്റെ അന്ത്യം ഒരു മുസ്ലിം രാജ്യത്ത് എന്ന് പറയപ്പെടുന്ന അവസ്ഥയിൽ ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണം വരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ തുടക്കത്തിലും മഹാനായ കെ എം മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഇ കെ മൗലവിയെ പോലുള്ള സെയ്ദ് മൗലവിയെ പോലുള്ള ആളുകളൊക്കെ, അവരൊക്കെ ഈ ആദർശം, ഇസ്ലാമിന്റെ ആദർശം, തൗഹീദും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ പൂർവ്വ ചരിത്രങ്ങൾ മാത്രമല്ല, ഭാവിയിലും അതെല്ലാം വരാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുൻഗാമികൾ ഏതുപോലെ ഉറച്ചു നിന്നിട്ടുണ്ടോ ആ ഉറച്ചു നിന്നതുപോലെ ഉറച്ചു നിൽക്കുന്നവർ ആരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രയാസങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളുമൊക്കെ നമുക്ക് മുമ്പിലേക്ക് ഓരോന്നോരോന്നായിക്കൊണ്ട് ഇട്ടു തരുന്നത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് എന്തൊക്കെ പ്രയാസങ്ങൾ കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സഹിക്കുകയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് സഹോദരന്മാരെ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശം അവന് പുതുക്കാൻ സാധിക്കുക. ഇത് നോക്കൂ നിങ്ങൾ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുള്ളൊരു മാസം കൂടിയാണ് മുഹറം മാസം എന്ന് പറയുന്നത്. ഫിർഔനിന്റെ ഭീകരതയിൽ നിന്നും ഫിർഔനിന്റെ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടുത്തി. അതിനോടുള്ള അതിന്റെ ആദർശ സൂചകമായി കൊണ്ടുള്ള ഒരു കാര്യമാണ് മുഹറം 10 നോമ്പ് നോറ്റു വരുന്നു എന്നുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിലും ആളുകൾ നോമ്പ് നോറ്റിരുന്നു. കാരണം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ മാസം മുഹറം മാസമായിരുന്നു. എന്തുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ചെങ്കടൽ കടന്നു പോകേണ്ടി വന്നത്? അവിടെ ജീവിക്കാൻ സൗകര്യമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ജീവിക്കാൻ ഭൂമിയില്ലാഞ്ഞിട്ടോ വീടില്ലാഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ. ആദർശം പണയം വെക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് സ്വന്തം നാടും വീടും കുടുംബവും എത്തേയും കൊണ്ട് അദ്ദേഹത്തിന് വിട്ടുപോകേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രയാസവും പ്രതിസന്ധിയൊന്നും നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പല്ലല്ലോ. പക്ഷെ എന്നിട്ട് പോലും ആളുകൾ ദീനിൽ നിന്ന് കുതറി മാറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, നമ്മുടെ ആളുകളുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. പുരോഹിതന്മാർ ഈ സമുദായത്തെ വിരിഞ്ഞു മുറുക്കുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ പിരിച്ചു മുറുക്കുന്നു എന്നൊക്കെ പറയുന്നത് കാണാം. സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുക്കുന്നില്ല പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം
അള്ളയും റസൂലും പറഞ്ഞ നിയമങ്ങൾക്കാണ് പ്രാമുഖ്യമുള്ളത്. അത് പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് പണ്ഡിതന്മാരുടെ നിയമങ്ങളല്ല, അള്ളാന്റെ നിയമമാണ്. ഇസ്ലാമിനുള്ളൊരു നിയമം ഒരു ആലിം പറഞ്ഞാൽ അത് ആലിമിന്റെ നിയമമല്ല, അത് അള്ളാഹുവിന്റെ നിയമമാണ്. അപ്പൊ നമ്മൾ ആ ആലിമിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിനെയും റസൂലുള്ളാഹിനെയാണ് വിമർശിക്കുന്നതിനർത്ഥം. ഇത് നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കണം. പണ്ഡിതന്മാരില്ലാത്ത സ്വർഗം, പണ്ഡിതന്മാർ പോകാത്ത സ്വർഗത്തിലേക്കാണ് ആധുനിക തലമുറ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ദീന് പഠിച്ച, ഈ ദീനിന്റെ ഉസൂലുകൾ മനസ്സിലാക്കിയ, ഈ ദീനിന്റെ അടിസ്ഥാനങ്ങൾ കൃത്യമായി ഗ്രഹിച്ച് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ ആ സ്ഥാനത്ത് ഇടിച്ചു താഴ്ത്തിയെങ്കിൽ മാത്രമേ അവിടെ ലിബറൽ ചിന്തകൾക്കും അതുപോലെ തന്നെ തോന്നിവാസങ്ങൾക്കും കയറി നിൽക്കാൻ കഴിയുള്ളൂ എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് നമ്മുടെ യുവതി യുവാക്കൾ ഒരിക്കലും നിന്നു കൊടുക്കാൻ പാടില്ല. നമ്മുടെ ദീനാണ് നമ്മുടെ ഇസ്സത്ത്, നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത് ലോകാവസാനം വരെ ഓർമ്മിക്കപ്പെടാൻ കാരണം? എന്തുകൊണ്ടാണ് ഇമാം അഹ്ലുസുന്ന ഓർമ്മിപ്പിക്കപ്പെടാൻ കാരണം? എന്തുകൊണ്ടാണ് ഇമാം ബുഖാരിയെ പോലുള്ള ഉലമാക്കൾ ലോകത്ത് 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നും റഹ്മഹുല്ലാ എന്നൊക്കെ പറയാൻ കാരണം? അവർ ദീനിൽ തെറിച്ചു പോയവരാണെങ്കിൽ, പരീക്ഷണങ്ങളിൽ പതറിപ്പോയവരാണെങ്കിൽ അവർ ലോകം ആരും ഓർക്കുന്നില്ല. അവർ കറുത്ത് കുത്തിട്ടുകൊണ്ടാണ് മുസ്ലിമുകളുടെ മനസ്സിലുണ്ടാകുക. പക്ഷെ കോടാനുകോടി മുസ്ലിമുകളുടെ മനസ്സിൽ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടതുകൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിൽ അവർ ഉറച്ചു നിന്നുകൊണ്ടുമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു മുഹറം മാസത്തിന്റെ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയതിനേക്കാൾ പ്രതിസന്ധികളിലേക്കാണ് പുതിയ വർഷങ്ങൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു തീക്കണൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും അതിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മൾ പിന്നെ മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുക്കണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. അപ്പോഴേ അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് സ്ഥാനമുണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വിശ്വാസികളായ ആളുകൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ മരിപ്പിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറയുകയും സുമ്മ ഇസ്തഖാമു, ഇസ്തിഖാമത്തുണ്ടാവുകയും ചെയ്താൽ, എന്ന് പറഞ്ഞാൽ പതറാൻ പാടില്ല. ആളുകൾ പലതും വിളിക്കും, താലിബാനികളെന്നും തീവ്രവാദികളെന്നും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരെന്നൊക്കെ വിളിക്കും. അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയെല്ലാം നമ്മുടെ മുൻഗാമികൾ വിളി കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ബുദ്ധിമാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ വിളിച്ചെന്തായിരുന്നു? മജ്നൂൻ, നീ ഭ്രാന്തനാണ്, നിനക്ക് ബുദ്ധിയില്ല, നിനക്കിതൊന്നും തിരിയാത്തവനാണ്, നീ ലോകം തിരിയാത്തവനാണ്, നിനക്ക് പിശാച് ബാധയുണ്ട്, അതല്ലെങ്കിൽ നീ മജ്നൂനാണ് എന്നൊക്കെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞു. നീ കവിയാണ്, നിന്റെ കവിത അവിടെ നടക്കാവൂല എന്നൊക്കെ പ്രവാചകനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അത്തരം ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന വിളികൾ പ്രവാചകൻ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ താഴെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ഇനി കേട്ടാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് നമുക്കൊരു പരീക്ഷണമായി, നമുക്കുള്ളൊരു ബല ആയിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് ആ വിഷയത്തെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മുഹറം മാസത്തിന്റെ പുണ്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു പറഞ്ഞതുപോലെ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. 12 മാസങ്ങൾ, 4 മാസങ്ങൾ പവിത്രമാണ്. ആ പവിത്രമായ മാസങ്ങളിൽ അക്രമങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചേരിതിരിവുകളും ചണ്ടകൂടലും യുദ്ധങ്ങളും ഒന്നും പാടില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വളരെ പവിത്രമായ ആദരവായിട്ടുള്ള മാസങ്ങളാണ്. ആ മാസത്തിന്റെ പുണ്യദിനങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു നഹ്സോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ദുശ്ശകുനങ്ങളോ ഒന്നും ഇസ്ലാമിൽ എവിടെയും വെച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ മുഹറം 1 മുതൽ 10 വരെ പ്രത്യേകമായ നഹ്സാണ് എന്ന് പറയുകയും ആ മുഹറം 10-നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടത്. അതൊരു ചരിത്ര വസ്തുതയാണ്. അതിന്റെ കാരണങ്ങളൊക്കെ വിശദമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഷിയാക്കളുടെ വഞ്ചനയായിരുന്നുവെന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഷിയാക്കൾ വധിച്ച് ചതിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊല ചെയ്തതായിരുന്നെന്നും അത് ഷിയാക്കളുടെ ഒരു ആത്മരോഷം പ്രകടിപ്പിക്കുന്നു. അതിന്റെ പേരിൽ അവർ അഹ്ലുസുന്നയിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് ദുരാചാരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുഹറം 10-ന്റെ അന്ന് ഷിയാക്കളെപ്പോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടും നേർച്ചയൊക്കെ കഴിക്കുന്ന ആളുകൾ അതിന്റെ എണ്ണം മെല്ലെ മെല്ലെ കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, തൊട്ടടുത്ത
പ്രദേശമായിട്ടുള്ള കൊണ്ടോട്ടിയിൽ പോലും അതിൻ്റെ നേർച്ച എന്ന് പറയുന്ന ആ പൂരത്തിൻ്റെ തൊട്ട് മുമ്പിൽ പിടിച്ച ബാനർ എന്തായിരുന്നു? ഷിയാക്കളുടെ 5 ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലിയും ഹസനും ഹുസൈനും ഫാത്തിമ, ലി ഖംസത്തുൻ ഉത്ഫി ബിഹാ അൽ വബ, മുസ്തഫ വൽ മുർത്തള വബ്നാഹുമ വൽ ഫാത്തിമ എന്ന് സാധാരണയായിക്കൊണ്ട് ഷിയാക്കൾ പാടിക്കൊണ്ടിരിക്കുന്ന ആ പാട്ടിലുള്ള 5 ആൾക്കാർ. ഈ 5 ആൾക്കാർ നല്ല ആൾക്കാരാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം അലി റളിയല്ലാഹു അൻഹു അല്ല, അബൂബക്കർ സിദ്ദീഖിനാണ്. ഇതാണ് അഹ്ലുസ് സുന്നത്തിന്റെ വിശ്വാസം. അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഇബ്നു ഖത്താബിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓവർടേക്ക് ചെയ്തിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഷിയായിസത്തിന്റെ രോഗത്തിന്റെ ലക്ഷണമാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതൊക്കെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ദുരാചാരങ്ങൾ ഈ ഒരു മുഹറം മാസത്തിലുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾ തന്നെ എടുക്കാൻ അവർക്ക് സമയമില്ല. പിന്നെ ദുരാചാരത്തിൻ്റെ പിന്നിൽ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിൽക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മുഹറം 9-ൻ്റെയും 10-ൻ്റെയും സുന്നത്ത് നോമ്പ് എന്നുള്ളത്, അഥവാ താസുആൻ്റെയും ആശൂറാൻ്റെയും നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അഫ്ളലുസ് സിയാം ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം. വിശുദ്ധ റമളാനിലെ നിർബന്ധ വ്രതത്തിന് ശേഷം, നോമ്പിന് ശേഷം ഏറ്റവും അഫ്ളലായ നോമ്പെന്ന് പറഞ്ഞാൽ അത് റമളാനിൽ മുഹറം മാസത്തിലെ, അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള മുഹറം മാസത്തിലെ നോമ്പാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ പുണ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ തെറ്റുകളും ചെറിയ തിന്മകളുമൊക്കെ പൊറുക്കപ്പെടാൻ അത് കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഖുറൈശികളായിട്ടുള്ള ആളുകൾ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന ഖുറൈശൻ കാനത് തസൂമു ആശൂറ ഫിൽ ജാഹിലിയ്യ. ഖുറൈശികൾ പോലും ജാഹിലിയ കാലഘട്ടത്തിൽ മുഹറം 10-ൻ്റെ അന്ന് നോമ്പ് നോറ്റിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നിർബന്ധപൂർവ്വം സഹാബത്തിനോട് കൽപ്പിച്ചിരുന്നു. തുമ്മ അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സിയാമി ഹത്താ ഫുരിദ റമളാൻ. റമളാനിൻ്റെ ഒരു മാസത്തെ വ്രതം നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളുടെ ഒരു നിർബന്ധ സ്വരത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഹറം 10-ൻ്റെ നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചിരുന്നു. പിന്നീട് റമളാനിലെ നിർബന്ധ നോമ്പ് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു, മൻ ശാഅ ഫല്യസുംഹു വമൻ ശാഅ ഫല്യുഫ്തർ. നിർബന്ധമില്ല, ഇഷ്ടമുള്ള ആളുകൾക്ക് അത് നോൽക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യും. ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർബന്ധത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഈ വ്രതം അനുഷ്ഠിച്ചിരുന്നു എന്ന ഹദീസിൽ കാണാം, ഇന്നഹു യൗമുൻ തുഅള്ളിമുഹുൽ യഹൂദു വൻ നസാറ. ജൂതന്മാരും ക്രിസ്ത്യാനികളും അടക്കമുള്ള ആളുകൾ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ പ്രവാചകന് മനസ്സിലായത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കടൽ കടത്തി അള്ളാഹു രക്ഷപ്പെടുത്തിയതാണെന്ന് പ്രവാചകന് മനസ്സിലായപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് സുംന അൽ-യൗമ അത്താസിഅ. ഇനി അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ 9 നോൽക്കും. അപ്പോൾ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ഏത് വിഷയത്തിലും അടിസ്ഥാനപരമായി കൊണ്ട് വിയോജിക്കുകയും എതിരാവുകയും നിൽക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് അവർ നോമ്പ് നോൽക്കുന്നു. എന്നാൽ അന്ന് മാത്രമല്ല, അതിൻ്റെ തലേ ദിവസം കൂടി നമ്മൾ നോമ്പ് നോൽക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ കാരണമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ആ നോമ്പ് നമ്മളെല്ലാവരും കൃത്യമായി അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ മാസപ്പിറവി അനുസരിച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മൾ ദുൽഹിജ്ജ മാസം 29-ന് മാസം കാണാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ 5-6 ജില്ലകൾ റെഡ് അലേർട്ടുള്ള സമയമായിരുന്നു. എന്നാൽ അത്രയും മേഘം മൂടിയ സന്ദർഭമായതുകൊണ്ട് മാസം കാണാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ദുൽഹിജ്ജ 30 പൂർത്തീകരിച്ചാണ് മുഹറമിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് ഞായറും തിങ്കളുമായിരിക്കും നമ്മുടെ നോമ്പ് ഉണ്ടാവുക എന്നുകൂടി സാന്ദർഭികമായിക്കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ പള്ളിയുടെ കളക്ഷൻ എടുക്കുന്ന ദിവസമാണ്. എല്ലാ ആളുകളും അതിൽ ആത്മാർത്ഥമായി സഹകരിക്കണം എന്നോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഉറച്ചു നിൽക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഈ ഉമ്മത്തിനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കെണിയിൽ നിന്നും ചതിയിൽ നിന്നുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിലെ സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കരങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.